പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്ററിലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ആദ്യം പഠിക്കാനുള്ളത് എന്താണ് മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ എന്താണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിരുന്നത് അല്ലേ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മാർക്കറ്റിൽ എന്തുണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസുകൾ, ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിങ്ങിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ. പ്രൊഡക്ഷന്, പ്രൊമോഷന്, അഡ്വർടൈസിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ആക്ടിവിറ്റീസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളെ വിളിക്കുന്ന പേരാണ് എന്ത്, മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിൻ്റെ പ്രവർത്തനത്തെ, ആക്ടിവിറ്റീസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സിനെ, ആ ഒരു കളക്ഷനെ വിളിക്കുന്ന ഒരു പേരാണിത് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് മൂലം നമ്മുടെ ബിസിനസ് ഫേമുകളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫാക്ടേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു പോയിന്റും കൂടെ ഈ ഒരു മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാർക്കറ്റിങ്ങിൻ്റെ പരിസ്ഥിതി അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ എഫക്റ്റ് ചെയ്യാൻ ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സുകളാണുള്ളത്. അതായത് നമ്മുടെ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ ഫാക്ടർ, എന്താണ് എക്സ്റ്റേണൽ ഫാക്ടർ എന്നൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അപ്പോൾ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സും നമ്മുടെ ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സുകളെല്ലാം ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഘടകങ്ങളാണ്. അതാണ് ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ ഇതാ ഉള്ളിൽ അല്ലേ. അതായത് ബിസിനസ്സിൻ്റെ അകത്ത് വരുന്ന ബിസിനസ്സിനെ, ആക്ടിവിറ്റീസിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് ഈ ഒരു ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ഇൻറ്റേർണൽ ഫാക്ടേഴ്സുകൾ നമുക്ക് നോക്കാം. ടോപ്പ് മാനേജ്മെൻറ്റ്, അക്കൗണ്ടിങ്, മാനുഫാക്ചറിങ് ടെക്നോളജി, പർച്ചേസിങ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻസ്, ഇവയെല്ലാം ബിസിനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഇൻറ്റേർണൽ ഫാക്ടേഴ്സുകളാണ്. ഈ ഒരു ഫാക്ടേഴ്സിൽ വരുന്ന ഓരോ ചേഞ്ചും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബിസിനസ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണലി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സുകളെയാണ് എന്ന് വിളിക്കുന്നത് ഇൻറ്റേർണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്തു, ഒരു തീരുമാനമെടുക്കാണ്, അതായത് ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിന് സജഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സജഷനും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതിനുള്ള ഓരോ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമതായിട്ടുള്ള ഫാക്ടർ അല്ലേ, അതായത് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള രണ്ട് എൻവയോൺമെൻറ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻറ്റേർണലിൻ്റെ കേസൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൻ്റെ ആയിട്ടുള്ള വീണ്ടും രണ്ട് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്, മാക്രോ എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ മൈക്രോ എൻവയോൺമെൻറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് മാക്രോ എൻവയോൺമെൻറ്റ് അതുപോലെ തന്നെ എന്താണ് മൈക്രോ എൻവയോൺമെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സും, ഓക്കെ, ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്, എക്കോണമിക് എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ദെൻ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഇവയെല്ലാം നമ്മുടെ മാക്രോ എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഫാക്ടേഴ്സുകളാണ്, ഘടകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഘടകങ്ങളിൽ വരുന്ന ഓരോ ചേഞ്ചും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൊത്തം ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റിയെയും എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകളാണ് ഈ ഒരു സോഷ്യോ കൾച്ചറലും എക്കോണമിക്കും പൊളിറ്റിക്കലും ടെക്നോളജിയും ഒക്കെ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യോ കൾച്ചറൽ അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണ്. ഓക്കെ, പൊളിറ്റീഷ്യൻ അല്ലേ, അതായത് ഗവൺമെൻറ്, ഇപ്പോൾ ഗവൺമെൻറ് ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്
കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാക്ടർ, അതായത് ഈ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫാക്ടർ വന്നൊരു ചേഞ്ചാണ്, പുതുതായിട്ടൊരു റൂള് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റൂള് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കംപ്ലീറ്റ് ബിസിനസ് ഫേമിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് മാക്രോ എൻവയോൺമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ മൈക്രോ എൻവയോൺമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൈക്രോ എൻവയോൺമെന്റിന്റെ അണ്ടറിലും ഒരുപാട് ഘടകങ്ങൾ, ഫാക്ടേഴ്സുകൾ വരുന്നുണ്ട്. അതായത് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഇന്റർമീഡിയറ്റ്സ്, ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്, ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ച് ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ഉണ്ട് എങ്കിൽ എൻ്റെ ബിസിനസ്സിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് അവരുടെ സപ്ലയേഴ്സ് ആയിരുന്നു. ആ സപ്ലയർ എന്ത് ചെയ്തു, ആ ഒരു റോ മെറ്റീരിയൽസ് ഇറക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഡിലേ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഫോമിനെ അല്ലെങ്കിൽ ആ ഒരു ഫോമിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് എന്ത് എൻവയോൺമെൻ്റ് ആണ്, മൈക്രോ എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, എന്നാൽ കംപ്ലീറ്റ് ബിസിനസ് ഫോമിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്രോ എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിനെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ. ഓക്കെ, അപ്പോൾ ആ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ അണ്ടറിൽ തന്നെ മാക്രോ എൻവയോൺമെൻറ്റും മൈക്രോ എൻവയോൺമെൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ എടുത്ത് തന്നിട്ടുള്ളത്. ഏതായിരുന്നു? മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് അല്ലെ, അതിൻ്റെ അണ്ടറിൽ വരുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ തന്നെ മൈക്രോ മാക്രോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോർഷന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് നിലനിൽക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ലോകൾ, നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്തു പോവേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളെല്ലാം നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ലോകൾ അല്ലെങ്കിൽ ആക്റ്റുകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്? ഗവൺമെൻറ് റെഗുലേഷൻസ് എഫക്റ്റീവ് മാർക്കറ്റിംഗ്. ഓക്കെ, നമ്മുടെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് അഥവാ ആക്റ്റുകൾ, ലോസുകൾ, റൂൾസുകൾ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 15 ആക്റ്റോളം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ചൊരു 6-7 ആക്റ്റുകളാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്താണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് 1872, ദെൻ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930, ദി ഇൻഡസ്ട്രീസ് ആക്ട് 1951, ദെൻ ദി പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954. നിങ്ങൾക്ക് ഈ ഒരു ആക്ട് പരിചയമുണ്ടായിരുന്നു, ദി കമ്പനീസ് ആക്ട് 1956. ദെൻ പുതുതായിട്ട് വന്ന കമ്പനീസ് ആക്ട് ഏതാണ്? ഇയർ 2013 ആണ്. ഓക്കെ, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്റ്റുകൾ, അതായത് ഇവിടെ ഞാൻ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. 15 ആക്റ്റോളം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ് ഫോമുകളെ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഗവൺമെൻറ് റെഗുലേഷൻസ് ആക്റ്റുകൾ മനസ്സിലായെന്ന് കരുതുന്നു. ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ടും ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചത്? എന്താണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് പഠിച്ചു, അതിൻ്റെ അണ്ടറിൽ വരുന്ന 2 ഫാക്ടേഴ്സുകൾ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണലും, ദെൻ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ പ്രവർത്തനത്തെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ആക്റ്റുകളും പഠിച്ചു അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.